ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അങ്ങേയറ്റം വേദനാജനകമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ മരിച്ചു. നിരവധി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെയാണ് തീ പടർന്നത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ആശങ്കയുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് അവിടെ തീ പടർന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അതിദാരുണവും അതിഭീകരവുമായ ഒരു ദുരന്തമാണ് ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഉണ്ടായത്. രാജ്കോട്ടിലെ ഒരു പ്രധാനപ്പെട്ട കുട്ടികൾ കളിക്കാൻ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ് TRP ഗെയിം സോൺ. അതായത് വിവിധ തരം കളികൾ അവിടെയുണ്ട്. ഗോ കാർട്ടിങ്, ബൗളിംഗ് അടക്കമുള്ള കളികളുണ്ട്. സൗരാഷ്ട്രയിൽ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ്. അതായത് രാജ്കോട്ട് വരുന്നത് സൗരാഷ്ട്ര മേഖലയാണ്. ഈ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ കേന്ദ്രം. അതുകൊണ്ട് ഈ ദുരന്തം നടക്കുന്ന സമയത്ത് നിരവധി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അങ്ങനെ ആളുകൾ നിറഞ്ഞ ഒരു സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത്. വൈകിട്ടോടെയാണ് ഈ തീപിടുത്തം ഉണ്ടാവുന്നത്. പ്രാഥമിക നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് AC-യിൽ പൊട്ടിത്തെറി ഉണ്ടായി. അത് പിന്നീട് തീ പടരുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഈ സ്ഥാപനമാകെ നിന്ന് കത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പെട്ടെന്ന് തന്നെ കുറെ പേരെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും നിരവധി പേർ അതിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുകയാണ്. ഏറ്റവും ഒടുവിൽ 24 മൃതദേഹങ്ങളാണ് ഇപ്പോൾ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ നിരവധി കുട്ടികളുണ്ട്. ഈ എണ്ണത്തെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു കണക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് കുട്ടികളുടെ എണ്ണം നമുക്ക് പറയാൻ വേണ്ടി കഴിയാത്തത്. എന്നാൽ ഈ മരിച്ചവരിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏറെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. കാരണം ഉൾവശത്തേക്ക് ഫയർഫോഴ്സിനടക്കം എത്തിച്ചേർന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കാനൊക്കെ തന്നെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്ന് സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നുണ്ട്. എന്നാലും ശ്രമകരമായ ഒരു ജോലി അവിടെ നടക്കുന്നുണ്ട്. 3 പേർ ചേർന്നാണ് ഈ സ്ഥാപനം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ കൃത്യമായ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതൊക്കെ തന്നെ വീഴ്ച വന്നു എന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. സ്ഥാപന ഉടമകളിൽ ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 2 പേർ ഒളിവിലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്കോട്ട് മേഖലയിൽ ഉള്ള സമാനമായ ഗെയിം സോണുകളൊക്കെ തന്നെ താൽക്കാലികമായി അടയ്ക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് ഇട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ രാജ്കോട്ട് കളക്ടറുമായി സംസാരിച്ച് അടിയന്തരമായ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഒരു SIT രൂപീകരിച്ച് ഈ സംഭവം അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രക്ഷാദൗത്യം ഇവിടെ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ 2 മൃതദേഹങ്ങൾ കൂടി സിവിൽ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ആകെ മരണസംഖ്യ 24ലേക്ക് എത്തുന്നത്. വിജയകുമാർ. യെസ്, അതിദാരുണമായ ഒരു വാർത്തയാണ് ഈ സമയം വരുന്നത്. ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ മരിച്ചത്. നിരവധി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ തീ പടർന്നത്. AC-യിൽ നിന്ന് തീ പടർന്നു എന്നാണ് പ്രാഥമിക വിവരം. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ ഏറെക്കുറെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തീ അണച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണസംഖ്യ ഉയരും എന്നൊരു ആശങ്ക കൂടിയുണ്ട്. പരിക്കേറ്റവർ നിരവധിയാണ്. എന്തായാലും മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഈ സ്ഥാപന നടത്തിപ്പ് 3 പേരാണ്, അതിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ്. ആ മേഖലയിലെ ഇത്തരം ഗെയിം സോണുകളാകെ അടച്ചിടാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പാലക്കാട് അട്ടപ്പാടി ഗൂളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു. ഒമല സ്വദേശി ഫൈസലാണ് മരിച്ചത്. വെന്റിലേറ്റർ സൗകര്യമില്ലാത്ത ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഫൈസലിനെ വിദഗ്ധ ചികിത്സയുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ 3 മണിക്കൂർ വൈകിയിരുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഈ ട്രൈബൽ ആശുപത്രിയിലെ ICU അല്ലെങ്കിൽ ആംബുലൻസ് അത് തകരാറിലായിട്ട് കുറേ നാളുകളായി എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതാണ് ഈ ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഈ വളരെ 24-25 വയസ്സുള്ള ഇദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് 3:10 കൂടിയാണ് ഗൂളിക്കടവിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യേ ഫൈസൽ എന്ന 25-കാരൻ ഈ ഓട്ടോയ്ക്ക് മുകളിലേക്ക് ഒരു മരം കടപുഴകി വീഴുകയും ഗുരുതരമായി ഫൈസലിനെ പരിക്കേൽക്കുകയും ചെയ്തത്. തൊട്ടടുത്ത ആശുപത്രി എന്നുള്ള നിലയ്ക്ക് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ഫൈസലിനെ എത്തിക്കുകയായിരുന്നു. എന്നാൽ അവിടെ മതിയായ ചികിത്സ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പെരിന്തൽമണ്ണയിലേക്കോ തൃശ്ശൂരിലേക്കോ കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആംബുലൻസ് അന്വേഷിച്ചപ്പോഴാണ് അവിടെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ഇല്ല എന്ന് തിരിച്ചറിയുന്നത്.
തുടർന്ന് മണ്ണാർക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് ഈ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് എത്തിച്ചാണ് പെരിന്തൽമണ്ണയിലേക്ക് ഫൈസലിനെ കൊണ്ടുപോയത്. യാത്രാ മധ്യേ ഫൈസൽ മരിക്കുകയായിരുന്നു. വളരെ ഗുരുതരമായി പരിക്കേറ്റായിരുന്നു ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഫൈസലിനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചത്. ഈ ആംബുലൻസ് എത്താൻ വൈകിയ സമയം ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ആശുപത്രിയിൽ ഈ യുവാവിന് ചികിത്സ നൽകാൻ കഴിയാതെ ഡോക്ടർമാർ നിസ്സഹായരായി കാത്തിരിക്കുകയായിരുന്നു. ഇത് ഈ അട്ടപ്പാടി മേഖലയിലെ ആരോഗ്യ മേഖലയിലെ പരിമിതികളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്രയധികം നാളുകളായിട്ടും ഒരു വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് അവിടെ ലഭ്യമായിരുന്നില്ല എന്നുള്ളത് വളരെയധികം പ്രതിഷേധാർഹമാണ്. അത്തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഫൈസലിന്റെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതും. നിഖിൽ, ഇത് ഈ ആംബുലൻസ് അവിടെ ലഭ്യമാവാത്തതാണോ അതോ ട്രൈബൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആംബുലൻസ് തകരാറിലായതിനെ തുടർന്ന് അത് ഉപയോഗിക്കാൻ കഴിയാത്തതാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ? സത്യത്തിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് കീഴിൽ ഈ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് ലഭ്യമാണ്. പക്ഷേ ഈ രോഗിക്ക് ആവശ്യം വന്ന സമയത്ത്, അതായത് ഫൈസലിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് ആവശ്യമായ സമയത്ത് ആംബുലൻസ് അവിടെ ലഭ്യമായിരുന്നില്ല. അതിന് എന്താണ് കാരണം എന്നുള്ളത് ആശുപത്രി അധികൃതർ വ്യക്തമാക്കേണ്ടതാണ്. അത് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ആ സമയത്ത് ആംബുലൻസ് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് എത്തിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്രയധികം സമയം കാത്തിരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഒരു ജീവൻ നഷ്ടമാകുന്ന സാഹചര്യവും ഉണ്ടായത്. ഈ അപകടം പറ്റിയ സ്ഥലത്ത് നിന്ന് ഫൈസലിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നില വളരെ ഗുരുതരമായിരുന്നു. കാരണം ഓട്ടോറിക്ഷയ്ക്ക് നേരെ മുകളിലായിട്ടാണ് ഈ വൻമരം കടപുഴകി വീണിരുന്നത്. വിജയകുമാർ. യെസ്, അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്ത കൂടി വരികയാണ്. വെന്റിലേറ്റർ സൗകര്യമില്ലാത്ത ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഫൈസലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാൻ 3 മണിക്കൂർ വൈകിയിരുന്നു. ആ 3 മണിക്കൂർ നിർണായകമായി. ഒറ്റപ്പാലത്ത് നിന്ന് ഒരു ആംബുലൻസ് എത്തി അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന വഴിമധ്യേ മരിക്കുകയായിരുന്നു. അട്ടപ്പാടി മേഖലയിലെ ആരോഗ്യ സംവിധാനത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകളുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ഘട്ടത്തിൽ. അതിൻ്റെ വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. ബാർ കോഴ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF. എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കാനും പ്രതിപക്ഷ തീരുമാനം. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയേക്കും. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ശുപാർശ തൽക്കാലം പരിഗണിക്കില്ല. അതിനിടയിൽ എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രാഥമിക അന്വേഷണം നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിന് പുറമെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കൂടി വിവാദത്തിലേക്ക് വലിച്ചിടുകയാണ് UDF. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രി എന്നാണ് UDFന്റെ വാദം. വിഷയത്തിൽ 2 മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് UDF കൺവീനർ MM ഹസൻ. ബാർ നയത്തിൽ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോൾ ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടതും ബാറുകളുടെ സമയം 12 മണി വരെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ്. 2 മന്ത്രിമാര് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ഇതേക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെടുകയാണ്. 8 വർഷമായി അധികാരത്തിലില്ലാത്തതിന്റെ പ്രശ്നമാണ് UDF നേതാക്കളെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി. വളരെ വ്യക്തമായി എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. UDFലെ ചില നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം 8 വർഷമായിട്ട് അധികാരത്തിലില്ലാത്തതിന്റെ പ്രശ്നമാണ്. അതിനിപ്പോൾ ചികിത്സ നൽകാൻ ഞങ്ങൾക്ക് പറ്റില്ല. ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള നടപടിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണ്. ഡ്രൈ ഡേ ഒഴിവാക്കണം, ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ ഇളവ് വേണമെന്നീ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ തൽക്കാലം പരിഗണിക്കേണ്ട എന്നാണ് സർക്കാർ നിലപാട്. KCBCയും സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അതേസമയം ബാർകോഴ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ ബാർ ഉടമകളുടെ മുൻ സംഘടനാ നേതാവ് അനിമോൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ പണം ആവശ്യപ്പെട്ടത് സംഘടനാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നതാണ് പുതിയ വാദം. സംഘടനാ യോഗത്തിൽ അപമാനം നേരിട്ടെന്നും അപ്പോഴത്തെ മനോനിലയിൽ പറഞ്ഞത് മാറിപ്പോയി എന്നുമാണ് വിശദീകരണം. ബാർ ഉടമ സംഘം പ്രസിഡന്റ് V സുനിൽകുമാറിന്റെ വാദം ന്യായീകരിക്കും വിധമാണ് അനിമോൻ അംഗങ്ങൾക്ക് പുതിയ സന്ദേശം അയച്ചിരിക്കുന്നത്. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിന് ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പുതിയ ബാർക്കോഴ വിവാദത്തിന് തുടക്കം കുറിച്ച അനിമോന്റെ ശബ്ദ സന്ദേശമാണിത്. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനും ബാറുകളുടെ സമയം കൂട്ടുന്നതിനും കാണേണ്ടവരെ കാണേണ്ട പോലെ കാണണമെന്നും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നുമായിരുന്നു ശബ്ദ സന്ദേശം.
വിവാദം ബാറുടമകളെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കി. ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം തുടങ്ങി. പ്രഖ്യാപിക്കാനിരുന്ന ഇളവുകൾ പോലും സർക്കാർ വേണ്ടെന്ന് വെച്ചേക്കുമെന്ന വാർത്തകൾ കൂടി വന്നതോടെയാണ് അനിമോന്റെ ചുവടുമാറ്റം. സംഘടനയ്ക്ക് തിരുവനന്തപുരത്ത് കെട്ടിടവും സ്ഥലവും വാങ്ങാനാണ് താൻ പണപ്പിരിവിന് നിർദ്ദേശിച്ചതെന്ന വിശദീകരണം. ബിൽഡിംഗ് ഫണ്ടിന് ഇടുക്കി ജില്ല സഹകരിക്കുന്നില്ലെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു. പുതിയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് സസ്പെൻഡ് ചെയ്തെന്ന് അറിയിച്ചു. തുടർന്നുണ്ടായ പ്രത്യേക മാനസികാവസ്ഥയിൽ അയച്ച ശബ്ദ സന്ദേശമാണ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയതെന്ന് അനിമോൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. താൻ ഒളിവിലല്ലെന്നും അനിമോൻ വ്യക്തമാക്കി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ വിവാദത്തിന് പിന്നാലെ പ്രതികരിച്ച അതേ കാര്യം തന്നെയാണ് അനിമോനും ഇപ്പോൾ ആവർത്തിക്കുന്നത്. 24 തിരുവനന്തപുരം. എക്സൈസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് VPP മുസ്തഫയെ മാറ്റിയത് ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധം കാരണമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. ആരോപണം നിഷേധിച്ച VPP മുസ്തഫ ചെറിയാൻ ഫിലിപ്പിനെതിരെ രംഗത്തെത്തി. ബാർ കോഴയെ ചൊല്ലി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇരുവരും ഏറ്റുമുട്ടിയത്. എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം VPP മുസ്തഫ രാജിവെക്കാനുള്ള കാരണം CPIM വ്യക്തമാക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ്. മുസ്തഫയെ മാറ്റിയതിൽ ദുരൂഹതയുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് മുസ്തഫ രാജിവെച്ചതെന്നായിരുന്നു പ്രചരണം. എന്നാൽ മലബാറിലെ ചില ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്നാണ് VPP മുസ്തഫയെ ഒഴിവാക്കിയതെന്ന് CPIM വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു. ഇത് ചർച്ചയായതോടെയാണ് ചെറിയാൻ ഫിലിപ്പിനെ വെല്ലുവിളിച്ച് VPP മുസ്തഫ രംഗത്തെത്തിയത്. ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ചെറിയാൻ ഫിലിപ്പ് അതപ്പതിച്ചു. തന്നെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്നും ഇപ്പോഴും താൻ CPIM-ൽ വിവിധ ചുമതലകൾ വഹിക്കുന്നെന്നും മുസ്തഫ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർലമെന്ററി മോഹം വെച്ചു പുലർത്തുന്ന ബിഷാം ദേഹി ആരെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച് VPP മുസ്തഫ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ ചെറിയാൻ ഫിലിപ്പിനെ വെല്ലുവിളിച്ചു. 24 കാസർഗോഡ്. ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. 6ാം ഘട്ടത്തിലും ആളില്ല. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ 60% പോളിംഗ്. ഉഷ്ണതരംഗം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പിനെ ബാധിച്ചു. ആദ്യ 5 ഘട്ട വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തുവിട്ടു. ഉഷ്ണതരംഗത്തെ തുടർന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത്. ഹരിയാനയിൽ 10, ബീഹാറിൽ 8, ജാർഖണ്ഡിൽ 4, ഒഡീഷയിൽ 6, ഉത്തർപ്രദേശിൽ 14, ബംഗാളിൽ 8, ഡൽഹിയിൽ 7 കൂടാതെ ജമ്മു കാശ്മീരിലെ ഒരു മണ്ഡലത്തിലും ജനം വിധിയെഴുതി. പോളിംഗ് ശതമാനം കൂട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഇടപെടലുകളെ ചൂട് പിന്നോട്ടടിച്ചു. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വനിതാ വോട്ടർമാരുടെ സാന്നിധ്യവും ബൂത്തുകളിൽ കുറഞ്ഞു. അതിനിടെ ആദ്യ 5 ഘട്ടത്തിലെ പോളിംഗ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. ആകെ വോട്ടർമാരുടെ എണ്ണം, രേഖപ്പെടുത്തിയ വോട്ട്, പോളിംഗ് ശതമാനം എന്നിവയാണ് പ്രസിദ്ധീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന ഹർജി പിന്നീട് പരിഗണിക്കാൻ സുപ്രീം കോടതി മാറ്റിയതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാണെന്നും ക്രമക്കേട് സാധ്യമല്ലെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം നേതാക്കൾ ശക്തമാക്കി. ബീഹാറിലെയും ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും ഇന്ത്യ മുന്നണിക്കെതിരെ ആഞ്ഞടിച്ചു. ജൂൺ 1-നാണ് ഇനി വോട്ടെടുപ്പ്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ഡൽഹിയിൽ വോട്ട് ചെയ്തു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവരും ഇന്ന് വോട്ട് ചെയ്ത പ്രമുഖരിൽ പെടുന്നു. ആം ആദ്മി പാർട്ടിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തുടങ്ങിയ പ്രമുഖർ അതിരാവിലെ വോട്ട് രേഖപ്പെടുത്തി. ഡൽഹി നിർമ്മാൺ ഭവനിൽ സോണിയാഗാന്ധി വോട്ട് ചെയ്തു. ലോധി എസ്റ്റേറ്റിലെ ആദർശ് വിദ്യാലയത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വോട്ട് രേഖപ്പെടുത്തി. താൻ വോട്ട് ചെയ്തത് ആം ആദ്മി പാർട്ടിക്കെന്ന്
CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. I voted for an Aam Aadmi Party candidate. so that is the interesting thing. In fact, I mean, lots of people are doing things which they had never done before. ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി മിർസാപൂരിൽ വോട്ട് ചെയ്തു. ഇലക്ഷൻ കമ്മീഷണർ സുഖ്ബീർ സിംഗ് സന്ധുവും കുരുക്ഷേത്രയിലെ BJP സ്ഥാനാർത്ഥി നവീൻ ജിൻഡലും സ്വന്തം മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. AAP നേതാവും മന്ത്രിയുമായ അതിഷി മർലേന, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കപിൽ ദേവ്, പ്രിയങ്ക ഗാന്ധി, മക്കളായ റേഹാൻ, മിരായ എന്നിവരും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. JJP നേതാവ് അജയ് ചൌട്ടാല ഹിസാർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാറും വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും സ്ഥാനാർത്ഥിയും അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളുമായ ബാൻസുരി സ്വരാജും വോട്ട് രേഖപ്പെടുത്തിയ പ്രമുഖരിൽ പെടുന്നു. പ്രവർത്തകരെ പോലീസ് കൂട്ടത്തോടെ ജയിലിൽ അടയ്ക്കുന്നുവെന്നാരോപിച്ച് PDP നേതാവ് മെഹബൂബ മുഫ്തി പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയും രാജ്യസഭാ MPയുമായ സ്വാതി മലിവാൾ അതിരാവിലെ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. സംസ്ഥാനത്ത് കനത്ത മഴയിൽ ഇന്ന് 2 മരണം. കൊച്ചിയിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയും കാസർഗോഡ് മിന്നലേറ്റ് വയോധികനും മരിച്ചു. കണ്ണൂരിൽ മേൽക്കൂര തകർന്ന 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു. ഗുളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ യുവാവ് മരിച്ചു. കാസർഗോഡ് വെള്ളൂർ സ്വദേശി ഗംഗാധരനാണ് ഇന്നലെ രാത്രി ഇടിമിന്നലേറ്റ് മരിച്ചത്. 76 വയസ്സായിരുന്നു. പുതുവൈപ്പ് ബീച്ചിലെ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയായ ദിലീപും മരിച്ചു. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിൽ വീട് തകർന്ന് 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടോടെയാണ് അപകടം. പാലക്കാട് ഗൂളിക്കടവിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് ഫൈസൽ എന്ന യുവാവിന് ഗുരുതര പരിക്കേറ്റു. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു വീണു. തലനാരിഴയ്ക്കാണ് വീട്ടുടമ ഗിരിജാകുമാരി രക്ഷപ്പെട്ടത്. എണീറ്റത് കൊണ്ട് അപകടം ഒഴിവായി, അല്ലെങ്കിൽ ഈ ഫാനും എല്ലാം കൂടെ ഇന്നലെ തന്നെ മരണം സംഭവിച്ചേനെ. ഇനിയിപ്പോ എന്ത് ചെയ്തൊന്ന് ശരിയാക്കിയിട്ട് തൽക്കാലം താമസിക്കുക, എന്നിട്ട് വീട് ശരിയാക്കണം. MLA പറഞ്ഞ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വീട് വെക്കാം എന്ന് പറഞ്ഞു. കാസർഗോഡ് കനത്ത മഴയിൽ വീടിന്റെ മതിൽ തകർന്നു. നെല്ലിക്കാട്ട് സ്വദേശി യമുനയുടെ വീട്ടുമതിലാണ് തകർന്നത്. വെള്ളക്കെട്ടിനെ തുടർന്ന് പത്തനംതിട്ട പെരിങ്ങരയിൽ വയോധികന്റെ സംസ്കാര ചടങ്ങുകൾ ബുദ്ധിമുട്ടിലായി. വർഷങ്ങളായിട്ട് 4-5 വീട്ടുകാർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരിങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ 7ാം വാർഡാണിത്. ഈ സ്ഥലം ഇവിടെ മാറി മാറി വന്ന പഞ്ചായത്തിൻ്റെ ഭരണസമിതികൾ ആരും പരിഗണിക്കാതെ കിടക്കുന്ന 4-5 വീടുകളാണ് ഉള്ളത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മലപ്പുറത്ത് തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ റോഡ് ഇടിഞ്ഞു. ദേശീയപാത വിപുലീകരണത്തിനായി റോഡ് താഴ്ത്തിവെച്ചയിടത്താണ് അപകടമുണ്ടായത്. റാന്നി കോഴഞ്ചേരി പുതുമൺ പാലത്തിലൂടെയുള്ള യാത്ര താൽക്കാലികമായി നിരോധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളുടെ കാർ തോട്ടിൽ വീണു. ഹൈദരാബാദ് സ്വദേശികളായ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. റോഡിൽ സൈൻ ബോർഡുകൾ ഇല്ലാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. മൂന്നാറിൽ നിന്നും കുമരകം വഴി ആലപ്പുഴയ്ക്ക് പോകാൻ എത്തിയതായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ 4 വിദ്യാർത്ഥികൾ. ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു യാത്ര. മാഞ്ഞൂർ കവല വഴി കുറുപ്പന്തറ കടവിന് സമീപം എത്തിയപ്പോൾ വഴിതെറ്റി കാറ് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ശക്തമായ ഒഴുക്കിൽപ്പെട്ടതോടെ ഡിക്കി തുറന്ന് 4 പേരും രക്ഷപ്പെട്ടു. കുറുപ്പന്തറ കടവിന് സമീപത്തെ വളവിൽ ദിശാബോർഡുകൾ ഇല്ലാതിരുന്നതാണ് അപകടത്തിന് കാരണമായത്. മണിക്കൂറുകൾ നീണ്ട നാട്ടുകാരുടെ പരിശ്രമത്തിനൊടുവിലാണ് വാഹനം കരയ്ക്ക് കയറ്റിയത്. സമാനമായ അപകടങ്ങൾ പതിവെന്ന് നാട്ടുകാർ. You only saying, you people only saying third car is fallen in the lake. How at least the government has to be take the actions now, serious actions now. Now we, by God's grace, we safely alive. In case any issues has been happened, where we should go? ഹൈദരാബാദിൽ MBBS-നും BBA-ക്കും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കടുത്തുരുത്തി പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ദിശാബോർഡുകൾ സ്ഥാപിക്കുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച തോമസ് ചാഴികാടൻ MP പറഞ്ഞു. കോട്ടയത്ത് തോട്ടിൽ കാർ വീണപ്പോൾ ആദ്യ പഴി ഗൂഗിൾ മാപ്പിനായിരുന്നു. എന്നാൽ ഗൂഗിൾ മാത്രമല്ല പ്രതിക്കൂട്ടിലെന്ന് പിന്നീട് വ്യക്തമായി. ഗൂഗിൾ മാപ്പ് ചതിച്ച നിരവധി സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം ഒക്ടോബർ 1-നാണ് വഴിതെറ്റി വന്ന കാർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞ് 2 യുവ ഡോക്ടേഴ്സിന് ദാരുണാന്ത്യമുണ്ടായത്. ഗോതുരുത്ത് കടൽ വാതുരുത്ത് പെരിയാറിന്റെ കൈവഴിയിലായിരുന്നു അപകടം. ഗോതുരുത്തിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോകേണ്ടതിന് പകരം വാഹനം നേരെ ഓടിച്ചു പോയതാണ് ഡോക്ടേഴ്സായ അജ്മൽ ആസിഫിന്റെയും ഡോക്ടർ അദ്വൈതിന്റെയും ജീവനെടുത്തത്. കാറിലുണ്ടായിരുന്ന 3 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 10-ന് വർക്കല ഹെലിപ്പാഡിന് സമീപം വിനോദസഞ്ചാരികൾ വൻ അപകടത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഹെലിപ്പാഡിൽ നിന്നും ബീച്ചിലേക്ക് പോകാനായി ഗൂഗിൾ മാപ്പ് നോക്കിയാണ് യുവാക്കൾ കാർ ഓടിച്ചു പോയത്. കാർ പോകുന്നത് നടപ്പാതയിലൂടെയെന്നും റോഡ് തീരുന്നിടത്ത് പടികളുണ്ടെന്നും അവർ അറിഞ്ഞില്ല. പടിയിലൂടെ ഇറങ്ങിയ കാർ കൽക്കെട്ടിൽ കുടുങ്ങി നിന്നു. ചെന്നൈ കുളത്തൂരിൽ നിന്നും ശബരിമലയിലേക്ക് വന്ന തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരുക്കേറ്റത് ഇക്കഴിഞ്ഞ ജനുവരി 2-ന്. ഗൂഗിൾ മാപ്പിൽ ശബരിമല പുല്ലുമേട് തിരഞ്ഞു പോയവർ എത്തിയത് ചെങ്കര പുല്ലുമേട്ടിൽ. അവിടെയാണ് അപകടം നടന്നതും. കഴിഞ്ഞ വർഷം ജൂലൈ 28-ന് ചെറുവത്തൂർ സ്വദേശി ഹക്കീം അക്കാളത്ത് മാട്ടൂൽ സൗത്തിലെ നടപ്പാതയിൽ കുടുങ്ങിയത് വാർത്തയായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് വീതി കുറഞ്ഞ റോഡിൽ കുടുങ്ങുകയായിരുന്നു. 2022 ജൂലൈയിൽ തിരൂരിലെ ഒരു കുടുംബം ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് നേരെ ഇറങ്ങിയത് പാടത്തേക്ക്. എടരിക്കോട് പാലച്ചിറമാടിലായിരുന്നു സംഭവം. അടുത്ത ദിവസം രാവിലെ നാട്ടുകാർ വടം കെട്ടി വലിച്ചാണ് കാർ നീക്കിയത്. 2022 ഓഗസ്റ്റിൽ 4-അംഗ കുടുംബം സഞ്ചരിച്ച കാർ കോട്ടയം പാറേച്ചാലിൽ തോട്ടിൽ വീണിരുന്നു. ഗൂഗിൾ മാപ്പിട്ട് സഞ്ചരിച്ചവരാണ് തോട്ടിൽ വീണത്. തിരുവാതുക്കലിൽ നിന്ന് വഴിതെറ്റിയാണ് സംഘം പാറേച്ചാലിലെത്തിയത്. മഴയെ തുടർന്ന് തോടും റോഡും തിരിച്ചറിയാത്ത അവസ്ഥയിലായിരുന്നു. 2021 ഓഗസ്റ്റിൽ മൂന്നാർ കാണാനെത്തിയതാണ് UN ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഇന്ത്യ ചീഫ് കോർഡിനേറ്റർ നവാബ് വാഹിദും കുടുംബവും. ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു യാത്ര. മടക്കയാത്രയിൽ വഴിതെറ്റി വാഹനം വനത്തിൽ ചെളിയിൽ പുതഞ്ഞു. രാത്രി മുഴുവൻ അഗ്നിരക്ഷാസേന ഇവരെ തെരഞ്ഞെങ്കിലും കണ്ടെത്തിയില്ല. അടുത്ത ദിവസം പുലർച്ചെയാണ് ഇവരെ കണ്ടെത്തിയത്. 2021 ഒക്ടോബർ 14-ന് അട്ടപ്പാടിയിലുണ്ടായ സംഭവം അധികമാരും അത്ര വേഗം മറക്കില്ല. കോഴിക്കോട് നിന്ന് കേബിളുകളുമായി ഗൂഗിൾ മാപ്പിട്ട് കോയമ്പത്തൂരിലേക്ക് പോയ ട്രെയിലർ അട്ടപ്പാടി 7-ാം വളവിൽ മറിയുകയായിരുന്നു. മറ്റൊരു ട്രെയിലർ വഴിയിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. കർണാടകയിലെ കുടക് സ്വദേശികൾ സ്ഥാപിച്ച ബോർഡ് ചർച്ചയായതും അടുത്തിടെയാണ്. ക്ലബ്ബ് മഹീന്ദ്രയിലേക്കുള്ള റോഡ് എന്ന നിലയിൽ ഗൂഗിൾ മാപ്പ് നോക്കി വരുന്ന സ്ഥലം തെറ്റാണെന്ന ബോർഡായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തിയത്. ശരിക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു മടുത്ത നാട്ടുകാരായിരുന്നു ബോർഡിന് പിന്നിൽ. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെയ്യാർ കനാലിൽ 25 അടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞ അപകടം. കാറിലുണ്ടായിരുന്ന 5 വയസ്സുകാരി ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ ജയേഷും ഭാര്യയും 5 വയസ്സുകാരിയായ മകളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. നെയ്യാറ്റിൻകര പുന്നക്കാടിന് സമീപം ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. നാട്ടുകാരാണ് കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്. ഒരിക്കൽ കൂടി നമ്മൾ ഗുജറാത്തിലെ അപകട വാർത്തയുടെ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 24 പേരിൽ 12 പേരും കുട്ടികൾ എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 4 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിലെ ഗെയിം സോണുകൾ അടച്ചു. ശ്രീനാഥ് ചന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, ഹൃദയഭേദകമാണ് വരുന്ന വിവരങ്ങൾ. മരിച്ചതിലധികവും പകുതിയിലധികവും കുട്ടികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഏതാണ്ട് 30ഓളം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരണസംഖ്യ 24 അതിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായ ഒരു കണക്ക് വരുന്നുണ്ട്. 12 കുട്ടികൾ എന്നതാണ് ലഭിക്കുന്ന വിവരം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായധനമായി 4 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പരിക്കേറ്റവർക്ക് 50,000 രൂപയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുമായി താൻ ഫോണിൽ സംസാരിച്ച് ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗെയിം സോണിന് TRP ഗെയിം സോണിന് ഫയർ NOC ഉണ്ടായിരുന്നില്ല എന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്. 90 പേർക്ക് മാത്രമേ ഒരു സമയത്ത് ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലധികം പേർ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരു എക്സിറ്റും ഒരു എൻട്രിയും ഒരു എക്സിറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീപിടുത്തം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതായിരിക്കും ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള കാരണം. ഇപ്പോഴും രക്ഷാദൗത്യം തുടരുന്നു. തീ ഏതാണ്ട് അണയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നു. മൃതദേഹങ്ങൾ പലതും കത്തിക്കഴിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് DNA പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുക. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടി
തുടങ്ങിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ജില്ലാ കളക്ടറുമായി സംസാരിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. CR പാട്ടീൽ MP കൂടിയ CR പാട്ടീൽ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. വിജയകുമാർ. മരിച്ച 24 പേരിൽ 12 പേരും കുട്ടികൾ എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതാണ്ട് 30-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ തന്നെ പലരുടെയും നില ഗുരുതരമാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 4 ലക്ഷം രൂപ സഹായധനം അടിയന്തരമായി പ്രഖ്യാപിച്ചു. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിലും പരിസരത്തുമുള്ള ഗെയിം സോണുകളെല്ലാം അടച്ചിരിക്കുകയാണ്. ഇതിലെ നിർമ്മാണത്തിലെ അപാകത അടക്കം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അധികം കുട്ടികൾ, അതായത് അനുവദിച്ചതിലും അധികം ആളുകൾ ആ സമയത്ത് ഗെയിം സോണിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ അപകട കാരണമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അപകടത്തിന്റെ ആഘാതം കൂട്ടിയിട്ടുണ്ടാകാം എന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഒരു പെരിയാറും കുറേ റിപ്പോർട്ടുകളും. മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ പെരിയാറിൽ രാസമാലിന്യത്തിന്റെ സാന്നിധ്യമെന്ന മത്സ്യ സമുദ്ര പഠന സർവകലാശാലയുടെ പഠന റിപ്പോർട്ട്. രാസമാലിന്യത്തിന്റെ സ്രോതസ് കണ്ടെത്താൻ വിശദമായ പരിശോധന ആവശ്യമാണെന്ന് കുഫോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പെരിയാറിലേക്ക് അനധികൃതമായി മാലിന്യം ഒഴുക്കിയ അലയൻസ് മറൈൻ പ്രോഡക്റ്റ് എന്ന കമ്പനി അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകി. പെരിയാറിൽ വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട്. മത്സ്യക്കുരുതിക്ക് കാരണമായത് മുന്നറിയിപ്പില്ലാതെ റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഷട്ടർ ഉയർത്തിയതാണെന്ന് ബോർഡ് കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ കുഫോസ് പഠന റിപ്പോർട്ടിൽ പെരിയാറിലെ വെള്ളത്തിൽ അമോണിയം, സൾഫേറ്റ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇത് വ്യവസായശാലകളിൽ നിന്ന് എത്തിയതാണെന്നതിൽ സ്ഥിരീകരണമില്ല. ചത്ത മീനുകളുടെ ആന്തരിക അവയവ പരിശോധനാ ഫലം കൂടി വന്ന ശേഷമേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. 5 കോടി രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായതായാണ് ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട്. സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കും. ഇന്ന് റിപ്പോർട്ട് ഇന്ന് തന്നെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പ്രോട്ടോകോൾ വെരിഫിക്കേഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് തന്നെ അത് ബന്ധപ്പെട്ട ആളുകളുമായി കൂടി ചർച്ച ചെയ്ത് അവരത് ഫൈനലൈസ് ചെയ്യും. റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കും. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകന്റെ പരാതിയിൽ ഏലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പെരിയാറിനും ചിത്രപ്പുഴയ്ക്കും പിന്നാലെ കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നുണ്ട്. കുഫോസിൽ നിന്നുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. 24 കൊച്ചി. എറണാകുളത്ത് തന്നെ മരട് കുണ്ടന്നൂരിൽ കായലിൽ മീനുകൾ ചത്തുപൊങ്ങി. മത്സ്യ കർഷകർ കൂടുകെട്ടി വളർത്തിയ മീനുകൾ ഉൾപ്പെടെയാണ് ഇന്നലെ രാത്രി മുതൽ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. കാരണം വ്യക്തമായിട്ടില്ല. കുഫോസിൽ നിന്നുള്ള വിദഗ്ധ സംഘം അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. മത്സ്യ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാൻ പറമ്പിൽ വ്യക്തമാക്കി. പിടിമുറുക്കുന്ന മാഫിയ. ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് അവയവ കച്ചവടത്തിന് നിർബന്ധിച്ചെന്ന ആദിവാസി യുവതിയുടെ വെളിപ്പെടുത്തൽ. കണ്ണൂർ നെടുമ്പൊയിൽ സ്വദേശിയായ യുവതിയെ 9 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് അവയവദാനത്തിന് നിർബന്ധിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ. അവയവ വിൽപ്പനയിൽ നിന്ന് പിന്മാറിയതോടെ വധഭീഷണിയെന്നും യുവതി 24-നോട് പ്രതികരിച്ചു. പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അവയവ കച്ചവടത്തിനായി ആദ്യം ഇടനിലക്കാർ സമീപിച്ചത് പേരാവൂർ നെടുമ്പോയിൽ സ്വദേശിനിയായ യുവതിയുടെ ഭർത്താവിനെ. 8 വർഷം മുൻപ് 6 ലക്ഷം രൂപയ്ക്ക് ഭർത്താവ് വൃക്ക വിൽപ്പന നടത്തിയെന്ന് യുവതി പറയുന്നു. 1.5 വർഷം മുൻപ് ഇതേ ഇടനിലക്കാരൻ വീണ്ടുമെത്തി 29-കാരിയെ വൃക്ക ദാനം ചെയ്യാൻ നിർബന്ധിച്ചു. 9 ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അപ്പോൾ ബെന്നി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കിഡ്നിൻ്റെ ഏജൻ്റാണ്. ആ ഏജൻ്റാണ് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയുന്നത്, മാനസിൻ്റെ കിഡ്നി എടുക്കാം, പിന്നെ 9 ലക്ഷം രൂപ തരാം. 9 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ കെട്ടിൻ്റെ ഭീഷണിയായിരുന്നു. ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് കേട്ടു. യുവതിയെ ആലുവയിലെത്തിച്ച് താൽക്കാലിക മേൽവിലാസമുണ്ടാക്കി. വൃക്ക കൈമാറ്റത്തിനുള്ള രേഖകളെല്ലാം തരപ്പെടുത്തി. ടെസ്റ്റുകളും പൂർത്തിയാക്കി. സർജറിക്കുള്ള ഡേറ്റ് നിശ്ചയിച്ചതിന് പിന്നാലെ യുവതി പിന്മാറി. ഇതോടെ ഭീഷണി. കണ്ണൂർ ജില്ലയിലെ ആൾക്കാർ തന്നെയെന്ന് പറയാം. കുറേ ആൾ പറയാം, ഇങ്ങുള്ള ആൾക്കാർ കുറേ ഉണ്ട്. ഈ പ്രശ്നം പുറത്തിറങ്ങിയാലേ പിന്നെ ബെന്നി വിളിക്കാറുമില്ല, കണ്ടിട്ടുമില്ല. ഒരാളെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത് ചിലപ്പോൾ ഒരു ലിവർ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് 50 ലക്ഷം രൂപ വാങ്ങും. ആ 50 ലക്ഷം രൂപ വാങ്ങിയ ലിവർ കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കും, ബാക്കി ഇവന്. യുവതി 1.5 മാസം മുൻപ് പരാതി നൽകിയെങ്കിലും പോലീസ് അനങ്ങിയില്ല. വിവാദമായതിന് പിന്നാലെ
പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. കർശനമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. മിഥുൻ ചത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. കൊച്ചി അവയവക്കടത്തിന്റെ മറവിൽ ലൈംഗിക പീഡനവും. യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങി. അവയവക്കടത്ത് സംഘത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഇന്നലെ പിടിയിലായ സജിത് ശ്യാം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. പ്രതി സജിത് ശ്യാമിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. വൃക്കക്കച്ചവടം നടത്തിയ യുവതിയാണ് പീഡനത്തിനിരയായത്. പണം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ഈ കേസിന് ബന്ധമില്ലെന്നാണ് എറണാകുളം റൂറൽ SPയുടെ പ്രതികരണം. ഇന്നലെ പിടിയിലായ സജിത്തും സാബിത്തും തമ്മിൽ കോടികളുടെ സാമ്പത്തിക ഇടപാട് നടന്നെന്നാണ് കണ്ടെത്തൽ. അത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് ക്ലൂ ഉണ്ട്, കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. സാബിത്തിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ആവശ്യമെങ്കിൽ ബംഗളൂരുവിലും ഹൈദരാബാദിലും പരിശോധന നടത്തും. കേസന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറുന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല. അവയവക്കടത്ത് സംഘത്തിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമവും ഊർജിതമാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി സലീമുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. കനത്ത പോലീസ് സന്നാഹത്തിനിടയിലും പ്രതി സലീമിന് നേരെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമമുണ്ടായി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയ സലീമിനെ ഇന്നലെ രാത്രിയാണ് കാഞ്ഞങ്ങാട് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു. മോഷണമായിരുന്നു ലക്ഷ്യമെന്നും കുട്ടി പ്രതിരോധിച്ചതോടെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നുമാണ് സലീം പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. തുടർന്ന് പുലർച്ചെ പ്രതി കുറ്റകൃത്യം നടത്തിയ സ്ഥലത്ത് രഹസ്യമായി ആദ്യ തെളിവെടുപ്പ്. രാവിലെ 10:45 വീണ്ടും തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതിക്ക് നേരെ ജനരോഷം. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത സലീം അഡോണിയിൽ നിന്ന് മറ്റൊരു ഫോണിൽ വീട്ടുകാരെ ബന്ധപ്പെട്ടതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ആന്ധ്രയിലെ അഡോണിയിൽ നിന്ന് കർണാടകയിലെ റായ്പൂരിലുള്ള പെൺ സുഹൃത്തിന്റെ അടുത്തേക്ക് പോകാനായിരുന്നു പ്രതിയുടെ ശ്രമം. ഇവിടുന്ന് പ്രതി തലശ്ശേരിയിൽ പോയി, അവിടെ നിന്ന് മൈസൂറിൽ നിന്നും ബാംഗ്ലൂർ പോയി, അവിടെ നിന്ന് മുംബൈയിൽ പോയി, അവിടുന്ന് തിരിച്ച് അത് ആന്ധ്രാപ്രദേശിലുള്ള അഡോണി എന്ന സ്ഥലത്ത് നിന്നാണ് പ്രതിയെ നമുക്ക് കിട്ടുന്നത്. കുടക് സ്വദേശിയായ സലീം 14 വർഷം മുമ്പാണ് കാഞ്ഞങ്ങാട് എത്തുന്നത്. അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീടിനടുത്തു നിന്ന് വിവാഹം കഴിച്ച പ്രതി ഇവിടെയും സ്ഥിരതാമസമാക്കുകയായിരുന്നു. അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ മുമ്പ് പ്രദേശത്ത് നടത്തിയ മോഷണങ്ങളെപ്പറ്റിയും സലീം പോലീസിനോട് വെളിപ്പെടുത്തി. ഇതോടെ സലീമിനെതിരെ 2 കേസുകൾ കൂടി ഹോസൂർ പോലീസ് രജിസ്റ്റർ ചെയ്തു. 24 കാസർഗോഡ്. തമിഴ്നാട് മധുരയിൽ 9 വയസ്സുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 13 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശി ഷാനവാസാണ് കൊല്ലപ്പെട്ടത്. ഉറുദു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 2 പേരും. മേലൂർ കത്തപ്പെട്ടിയിൽ ഇന്ന് രാവിലെയാണ് സംഭവം. സ്കൂളിൽ താമസിച്ച് പഠിക്കുന്നവരാണ് 2 പേരും. ഇവർക്കിടയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തർക്കമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെ അടുക്കളയിൽ നിന്ന് കത്തിയെടുത്താണ് ഷാനവാസിനെ 13-കാരൻ ആക്രമിച്ചത്. കഴുത്തിലും വയറ്റിലും കുത്തേറ്റ ഷാനവാസ് തൽക്ഷണം മരിച്ചു. മൃതദേഹം സമീപത്തെ മാലിന്യോടയിൽ ഒളിപ്പിച്ച് 13-കാരൻ പതിവ് പോലെ ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്തു. ഷാനവാസിനെ കാണാത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ മേലൂർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംശയം തോന്നിയ പോലീസ് 13-കാരനെ ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് അറസ്റ്റ് ചെയ്തു. 13-കാരനും ബീഹാർ സ്വദേശിയാണ്. 24 ചെന്നൈ. കർണാടകയിലെ ഉടുപ്പിയിൽ നഗരമധ്യത്തിൽ ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഈ മാസം 18-ന് നടന്ന സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. രണ്ട് കാറുകളിലായി എത്തിയ ഗുണ്ടാസംഘങ്ങളാണ് നഗരമധ്യത്തിൽ ഏറ്റുമുട്ടിയത്. പുറത്തുവന്നത് സിനിമാ സ്റ്റൈൽ ദൃശ്യങ്ങൾ. നേരത്തെ ഒരുമിച്ചുണ്ടായിരുന്ന ഇവർ അടുത്ത കാലത്താണ് 2 ഗ്യാങ്ങായി പിരിഞ്ഞത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം.
സംഭവത്തിൽ 2 പേരെ ഉടുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കി. ഇരു സംഘങ്ങളിലായി ഉണ്ടായിരുന്ന 7 പേരും കൊട്ടേഷൻ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. 24 ബംഗളൂരു. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. സാങ്കേതിക തകരാറെന്നാണ് ഔദ്യോഗിക വിശദീകരണം. യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, എന്താണ് വിമാനത്തിന് സംഭവിച്ചത് എന്നതിൽ വിശദീകരണം വന്നിട്ടുണ്ടോ? ഈ യാത്രക്കാർക്ക് ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് പോകാൻ കഴിയുമോ? വിജയകുമാർ, ഇന്ന് രാത്രി 7:20 തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കിയത്. വിമാനം പറന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സാങ്കേതിക തകരാറ് ശ്രദ്ധയിൽപ്പെട്ടതോടെ പൈലറ്റ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു. യാത്രക്കാരെ സുരക്ഷിതമായി തന്നെ മാറ്റുകയും ചെയ്തു. ആർക്കും കാര്യമായ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ യാത്രക്കാർക്ക്, ദില്ലിയിലേക്ക് പോകേണ്ട യാത്രക്കാർക്ക് മറ്റു സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് നമ്മൾ എയർ ഇന്ത്യ മാനേജറെ വിളിച്ചപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്താണ് കൃത്യമായും സംഭവിച്ച സാങ്കേതിക തകരാറെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ എന്തായാലും യാത്രക്കാരെല്ലാം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കും എന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ വിശദീകരണം നൽകുന്നുള്ളൂ എയർ ഇന്ത്യ മാനേജ്മെന്റ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നടു റോഡിൽ വീണ്ടും ചക്കക്കൊമ്പൻ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തോണ്ടിമലയിലാണ് കാട്ടാന ഇറങ്ങിയത്. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആന പിന്നീട് കാടുകയറി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഇന്നലെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ കാഴ്ച കണ്ടു. ശങ്കരപാണ്ഡ്യ മേട്ടിലേക്ക് പിന്നീട് ആന കയറിപ്പോകുന്നു, വീണ്ടും തിരികെ വരുന്നു. ഇതാണ് ഈ ദിവസങ്ങളിലെ കാഴ്ച. ആനയെ കാട്ടിലേക്ക് തിരികെ അയക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം ചക്കക്കൊമ്പൻ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങി, ദേശീയപാതയിൽ ഇറങ്ങി അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തോണ്ടിമലയിലാണ് കാട്ടാന ഇറങ്ങിയത്. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ആന സ്വമേധയാ ഏലക്കാട്ടിലേക്ക്, തൊട്ടടുത്തുള്ള ഏലക്കാട്ടിലേക്കാണ് കയറിയത്. കാട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. ആദായ സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഈ ദേശീയപാതയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഈ ചാറ്റൽ മഴയൊക്കെ പെയ്തതിന് ശേഷം വലിയ തരത്തിലുള്ള മൂടൽമഞ്ഞ് ഈ ദേശീയപാതയിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ വരുന്ന വാഹനങ്ങൾക്ക് ആന റോഡിൽ നിന്നാൽ പോലും കാണാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കണം, ശ്രദ്ധിച്ചു വേണം അതുവഴിയുള്ള യാത്ര എന്നുള്ള മുന്നറിയിപ്പും RRT നൽകിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ആന ഇങ്ങനെ സുഖമായി വിലസുകയാണ്. യെസ്, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ തൊണ്ടിമല ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ചക്കക്കൊമ്പൻ ഇടയ്ക്കിടയ്ക്ക് ആ വഴിക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. RRT സംഘം നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ജാഗ്രത വേണം എന്ന് വനം വകുപ്പ് അറിയിക്കുന്നുണ്ട്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. IPL ഫൈനൽ നാളെ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് കലാശപ്പോര്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇരു ടീമുകളും. 2 മാസത്തോളം നീണ്ടുനിന്ന IPL പൂരത്തിന് നാളെ കൊടിയിറക്കം. കലാശപ്പോരിൽ 3ാം കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളികൾ 2ാം കപ്പിൽ കണ്ണുവെക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഫൈനൽ പോരാട്ടം നടക്കുന്ന ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഈ സീസണിൽ കൂടുതൽ ടീമുകളും തെരഞ്ഞെടുത്തത് 2ാമത് ബാറ്റ് ചെയ്യാനായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന 2ാം ക്വാളിഫയർ ഇരു ടീമുകളെയും ആശയക്കുഴപ്പത്തിലാക്കുന്നു. മഞ്ഞുവീഴ്ചയില്ലാതിരുന്നതോടെ 2ാം ഇന്നിംഗ്സിൽ സ്പിന്നർമാർ കത്തിക്കയറി. ഫൈനൽ ദിവസത്തിലും ഇതേ കാലാവസ്ഥ ആയിരിക്കുമെന്നാണ് പ്രവചനം. വാർത്താ സമ്മേളനത്തിനെത്തിയ ഇരു ക്യാപ്റ്റന്മാരും കൂടുതൽ നേരിട്ടത് മഞ്ഞുവീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യം. അതേക്കുറിച്ച് ആശങ്കപ്പെടാനില്ലെന്നും താരങ്ങളുടെ കഴിവിലാണ് വിശ്വാസമെന്നും കൊൽക്കത്ത നായകൻ ശ്രേയസ് അയ്യർ. It is all on the skills and the mindset tomorrow. Which team is, of a great mindset and how they play based on the skills, obviously the best team is going to win. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന നിലപാടിലാണ് ഹൈദരാബാദിന്റെ നായകൻ പാറ്റ് കമ്മിൻസ്. I'm not too sure what to expect. It's obviously quite fast-paced, a T20 game. But I think drawing on particularly ODI captaincy over here last year didn't feel too foreign to me. 2012 ഇതേ ചെപ്പോക്കിൽ വെച്ചായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആദ്യ IPL കിരീട നേട്ടം. ചരിത്രമാവർത്തിക്കാൻ ശ്രേയസ് അയ്യരും കൂട്ടരും ഇറങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം എലിമിനേറ്ററിൽ രാജസ്ഥാനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് ഹൈദരാബാദിന്റെ പടപ്പുറപ്പാട്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസുദേവ്, 24.
റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.